ഹായ് എവ്രി വൺ. നമ്മളുടെ കല്യാണമോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും പാടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് പറ്റിയ ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി പറ്റിയ ഒരു ക്യാപ്ഷൻ കിട്ടുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ടുഡേയ്സ് ക്ലാസ്സസ് സം ഓഫ് ദ ഓൾട്ടർനേറ്റീവ്സ് ദാറ്റ് യു ക്യാൻ യൂസ് ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് വി ആർ ഗെറ്റിംഗ് മാരീഡ്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ടൈ ദ നോട്ട്. വി ആർ ഗെറ്റിംഗ് മാരീഡ് എന്ന് പറയുന്നതിന് പകരമായിട്ട് വി ആർ ടൈങ് ദ നോട്ട് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ അടുത്ത ആഴ്ചയാണ് കല്യാണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വി ആർ ടൈങ് ദ നോട്ട്. ഇനി ഓൾറെഡി കഴിഞ്ഞ ആഴ്ചയാണ് കല്യാണം ആയിരുന്നുവെങ്കിൽ എങ്ങനെ പറയും? വി ടൈഡ് ദ നോട്ട് ലാസ്റ്റ് സൺഡേ. വി ടൈഡ് ദ നോട്ട്. Tying the knot is an alternative that you can use instead of saying we are getting married. Get hitched is the second alternative that you can use. Get hitched. വി ആർ ഗെറ്റിംഗ് ഹിച്ച്ഡ് എന്ന് പറയാം, അതല്ലെങ്കിൽ വി ഗോട്ട് ഹിച്ച്ഡ് എന്ന് പറയാം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമായിരുന്നു കല്യാണമെങ്കിൽ എങ്ങനെ പറയും? വി ഗോട്ട് ഹിച്ച്ഡ് ലാസ്റ്റ് ഡേ. ഗെറ്റിംഗ് സ്പ്ലൈസ്ഡ് ഇസ് അനദർ ഓൾട്ടർനേറ്റീവ്. ഗെറ്റിംഗ് സ്പ്ലൈസ്ഡ്. സ്പ്ലൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് റോപ്പ് തമ്മിൽ കൂട്ടി ജോയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പ്ലൈസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ വി ആർ ഗെറ്റിംഗ് സ്പ്ലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാരി ചെയ്യാൻ പോവുകയാണെന്നാണ് അതിനർത്ഥം. ഓക്കെ. Taking the plunge is another alternative. Taking the plunge. We have decided to take the plunge. Taking the plunge is the best decision that I have ever taken. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി റെഡി ആയി എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ.